ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് പി എസ് സി. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇതും നോട്ടിഫിക്കേഷൻ ആണ്, നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. അത് തൊട്ട് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിനു മുമ്പ് വിളിച്ച IB-യിൽ 10th ലെവല് 4500ഓളം വേക്കൻസീസ് 10ാം ക്ലാസ് യോഗ്യത വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ മുമ്പേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷൻ 27-ാം തീയതി വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അതും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒന്നും കൂടി ആ ഒരു വീഡിയോ കൂടി ചെയ്യാം, അഭിപ്രായപ്പെട്ടാൽ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കേട്ടോ. മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ്. ഇപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ 27-ാം തീയതി മുതൽ ആപ്ലിക്കേഷൻ അയക്കാനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, അത് ഡിഗ്രി ലെവലും ഉണ്ട്, 10ാം ക്ലാസ് യോഗ്യത ഉണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ. രണ്ടും വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ 27-ാം തീയതി ആപ്ലിക്കേഷൻ അയക്കാനുള്ള സംവിധാനം 27-ാം തീയതി വന്നിട്ടുണ്ട്. ആവശ്യപ്പെടുകയാണെങ്കിൽ ഒന്നും കൂടി ആ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്കറിയാം, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകളുടെ എക്സാമുകൾ സാധാരണ UPSC വിളിക്കുന്നത്. UPSCയുടെ എക്സാമും പാറ്റേണും കാര്യങ്ങളൊക്കെ അറിയാം. ഇനി അത് അറിഞ്ഞുകൂടായെങ്കിൽ പല എക്സാമിനും പല കാര്യങ്ങളും പാറ്റേണുമാണ്. ചിലതിൽ 1 ടയർ ആയിരിക്കും, ചിലതിൽ 2 ടയർ കാണും, ചിലതിൽ 3 ടയർ കാണും. 3 ടയർ എന്ന് പറയുമ്പോൾ പ്രൈമറി, പ്രിലിമിനറി, സെക്കൻഡറി ആൻഡ് ഇന്റർവ്യൂ. ഓക്കെ, മെജോറിറ്റി ഓഫ് ദ ആപ്ലിക്കൻസ് അതായത് ഡിപ്പാർട്ട്മെന്റുകളുടെ സൈറ്റിലും ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് എവിടെ പോകാം, UPSCയുടെ സൈറ്റിലും UPSCയുടെ സൈറ്റിൽ പോയി കാണാൻ പറ്റും. അതായത് ഓക്കെ, ഇതാണ് UPSCയുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇവിടെ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമ്മൾ സാധാരണ PSC ചെയ്യുന്ന പോലെ, എന്നിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ആണെങ്കിൽ ഇതിപ്പോ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നിങ്ങൾ EPF എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ PF എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഒത്തിരി വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്, ഡിഗ്രിക്കാർക്ക് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് വേക്കൻസീസ് അറിയണമെങ്കിൽ ഈ മിസ്സലേനിയസിൽ നോക്കി കഴിഞ്ഞാൽ താഴെ റിക്രൂട്ട്മെന്റ്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷനിലേക്ക് പോകും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇത് അറിയുമ്പോഴത്തേക്ക് UPSC നോട്ടിഫൈ ചെയ്യും, അതാത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നോട്ടിഫൈ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഇനി CSIR നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്, അതിന്റെ നോട്ടിഫിക്കേഷൻ അറിയിക്കാനുണ്ട്. അതുപോലെ ഇതുപോലെ തന്നെയുള്ള ഒത്തിരി 2-3 കാര്യങ്ങൾ UPSC അറിയിക്കാനുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ IB-യുടെ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം, 10th ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർ. ഓക്കെ, അത് സിമ്പിൾ ആയിട്ടുള്ള എക്സാംസ് ഒക്കെയാണ്, നല്ല ജോലിയാണ്. എബോവ് 80,000ഓളം സാലറി വരുന്നതാണ്. 10ാം ക്ലാസ്സുകാർക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, അപ്പൊ അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ആ വീഡിയോസ് ചെയ്തു തരാം കേട്ടോ. ഓക്കെ, ഇത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ കമന്റിലൂടെ ചോദിക്കുക, ഷെയർ ചെയ്യുക, അറിയാത്തവർക്ക് ഷെയർ കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കോച്ചിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. താഴെ കാണുന്ന എല്ലാ സബ്ജക്റ്റുകളിലേക്കും, ടീച്ചർ വേക്കൻസികളും നോൺ ടീച്ചിങ് വേക്കൻസികളുമായിട്ടുള്ള എല്ലാ പോസ്റ്റിലേക്കുമുള്ള സെൻട്രൽ ഗവൺമെന്റ് കോച്ചിങ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, കൂടാതെ CTET, KTET, ഫിഷറീസ് അസിസ്റ്റന്റ് എന്നിവയുടെ കോച്ചിങ്, RRB റെയിൽവേ ടീച്ചറിന്റെ കോച്ചിങ്, ബാക്കിയുള്ള എല്ലാ KVS, NVSC, MRS, AES, സൈനിക് സ്കൂൾ ആൻഡ് DSSB എന്നിവയുടെയൊക്കെ കോച്ചിങ് അവൈലബിൾ ആണ്. താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, വാട്സ്ആപ്പ് മെസ്സേജിലൂടെയൊക്കെ അറിയിക്കുക. ഓക്കെ, നമുക്ക് ഇതിലേക്ക് വരാം. അപ്പം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ, അതിൽ കുറച്ച് പോസ്റ്റ് ഡിഗ്രിക്കാർക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് അതിന് നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നമ്മൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് പോയി കഴിഞ്ഞാലും ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അതിൽ റിക്രൂട്ട്മെന്റ് അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിൽ ഫസ്റ്റ് അഡ്വർടൈസ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. അതായത് റിക്രൂട്ട്മെന്റ് സ്പെഷ്യൽ അഡ്വർടൈസ്മെന്റ് 52/2025 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇൻവൈറ്റ്സ് ഓൺലൈൻ റിക്രൂട്ട്മെന്റ് സ്പെഷ്യൽ അഡ്വർടൈസ്മെന്റ് ആപ്ലിക്കേഷൻസ് ഫോർ ദി റിക്രൂട്ട്മെന്റ് ബൈ ദ സെലക്ഷൻ ടു ദ ഫോളോയിങ് പോസ്റ്റ്. ഓക്കെ, ഈ വെബ്സൈറ്റ് ആണ്, ഇതാണ് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അഡ്രസ് അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ UPSC ഓൺലൈൻ എന്ന് കൊടുത്താൽ അത് കിട്ടും. വേക്കൻസി നമ്പർ കൊടുത്തിട്ടുണ്ട്. 156 വേക്കൻസീസ്, 156 വേക്കൻസീസ്. പോസ്റ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, അക്കൗണ്ട്സ് ഓഫീസർ. ഓക്കെ, ഈ EPF-ല് എൻഫോഴ്സ്മെന്റ് ഓഫീസറുടെയും അക്കൗണ്ട്സ് ഓഫീസറുടെ ഒഴിവുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അത് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആണ് അത് വിളിച്ചിരിക്കുന്നത്, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. ഓക്കെ, അപ്പൊ അതിന്റെ റിസർവ്ഡ് പൊസിഷൻസ്, അൺറിസർവ്ഡ് 78 പോസ്റ്റ്, EWS 1, OBC 42, SC 23, ST 12, PWBD എന്ന് പറയുന്നത് 9. ഓക്കെ, ബാക്കി ആ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഈ കാര്യം നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാം. ഏജും കൂടി ഞാൻ പറയാം, 7th പാരാമെട്രിക്സ് ആണ്. അപ്പോൾ 85,000 സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റ് ആണ് എബോവ്. ഓക്കെ, 30 years ആണ് അൺറിസർവ്ഡിന്. OBCക്ക് 33, SC STക്ക് അതായത് 35, OBCക്ക് 33,
SC/ST 35, PWBD ആണെങ്കിൽ 40. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഡിഗ്രിയാണ്, ഡിഗ്രിയും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ബാക്കിയുള്ള കാര്യങ്ങളും മറ്റുള്ള സംവിധാനങ്ങളും എല്ലാം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. അപ്പൊ അതിന്റെ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിക്കുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ നിങ്ങളുടെ UPSCയുടെ സൈറ്റിൽ കയറിയോ EPFന്റെ സൈറ്റിൽ കയറിയോ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോവാം. ഡീറ്റെയിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് EPF എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ, APFC അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസർ, ഓക്കെ, അക്കൗണ്ട്സ് ഓഫീസർ. ഓക്കെ, ഈ പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിന്റെ ഫീ വളരെ കുറഞ്ഞ ഫീ ആണ്. അൺറിസർവ്ഡുകാർക്ക് 200 രൂപയെ ഫീ ഉള്ളൂ, SC/ST-കാർക്ക് 100 രൂപയാണ് ഇതിന്റെ ഫീ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ നമ്പർ ഓഫ് പോസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പൊ പറഞ്ഞുള്ളൂ. മൊത്തം 156 പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അൺറിസർവ്ഡ് 78, EWS 1, OBC 42, SC 21, ST 12, PWD 9 പോസ്റ്റുകളാണ്. ഇത് എൻഫോഴ്സ്മെന്റ് ഓഫീസർക്ക്. ഓക്കെ, ഇനി അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർക്ക് വിളിച്ചിരിക്കുന്നത് അൺറിസർവ്ഡ് 32. ഇത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ കേട്ടോ. EWS 7, OBC 28, SC 7, ST ഇല്ല, PWBD 3, 74. അങ്ങനെ 156, 74 ഇത്രയും പോസ്റ്റുകളാണ്. 2 പോസ്റ്റുകളിൽ വെച്ചിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ഡിഗ്രി ആണ് എന്നുള്ളൊരു കാര്യം ഓർക്കുക. ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്, അതായത് നമുക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്ന ഡേറ്റ് 29, റിസർവ് ഡേറ്റുകളാണ്. 18 ഓഗസ്റ്റ് 2025. ആ ഡേറ്റ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നതും പരീക്ഷ അങ്ങനെയൊക്കെ റിസർവേഷൻ ഡേറ്റുകളാണ്. അത് ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ആ കാര്യങ്ങളിലേക്ക് വരാൻ ഞാൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു, ഏജിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ ഓഗസ്റ്റ് 1 മുമ്പ്, ഓക്കെ, 2025 ഓഗസ്റ്റ് 1 മുമ്പ് നിങ്ങൾക്ക് എത്ര ഈ ഇനി ഒരു ബാച്ചിലർ ഡിഗ്രി നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കണം കേട്ടോ. ഇപ്പോഴേ റിസൾട്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്നവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓഗസ്റ്റിന് മുമ്പ് റിസൾട്ട് വരണം കേട്ടോ. ഓഗസ്റ്റ് 1 മുമ്പ് റിസൾട്ട് വരണം. നെക്സ്റ്റ് സെലക്ഷൻ പ്രൊസീജിയർ 2 ഫേസ് ആണ്. ഫസ്റ്റ് ഒരു OMR ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, ഒരു OMR ബേസ്ഡ് എക്സാംസ് ആണ് ആദ്യം ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തത് പേഴ്സണൽ ഇന്റർവ്യൂ ആണ് കേട്ടോ. ഇന്റർവ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പേഴ്സണൽ ഇന്റർവ്യൂ ഫസ്റ്റ് OMR ടെസ്റ്റ് ആണ് സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത്. 2 സ്റ്റെപ്പ് വഴിയാണ്. ഇനി അതിന്റെ സിലബസ് സ്കീംസ് 2 hour എക്സാം ആണ്. 2 hour എക്സാം ആണ്. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. മീഡിയം 2 ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ്. 1/3 ആണ്. PSCയുടെ പോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് 1/3 ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ സിലബസ് പ്രധാനമായിട്ടും വരുന്നത് സിലബസിന്റെ കാര്യത്തിൽ ജനറൽ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിള്, കറണ്ട് അഫയേഴ്സ് ആൻഡ് ഡെവലപ്മെന്റൽ ഇഷ്യൂസ്, നോർമൽ കറണ്ട് അഫയേഴ്സ്, നമ്മുടെ ഇന്ത്യൻ പൊളിറ്റി ആൻഡ് എക്കണോമി, എക്കണോമിക്സും പൊളിറ്റിക്സ് മീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നന്നായിട്ട് പഠിക്കണം. പിന്നെ ജനറൽ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, അത് അക്കൗണ്ട്സ്, അത് സെപ്പറേറ്റ് ആ പോസ്റ്റിൽ അപ്ലൈ ചെയ്യുന്നവരാണ്. എല്ലാത്തിനും ഇല്ല കേട്ടോ. ഇൻഡസ്ട്രിയൽ റിലേഷൻ ആൻഡ് ലേബർ ലോസ്, അത് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ്. ജനറൽ ആയിട്ടുള്ള നമ്മുടെ പോസ്റ്റുകളിലേക്ക് അല്ല. അതായത് നമ്മൾ പോസ്റ്റ് പറഞ്ഞപ്പോൾ 2 കാറ്റഗറിയിലേക്കാണ് പോസ്റ്റ് വിളിക്കുന്നത്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ തിരിച്ചു തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണറും ഉണ്ട്. ഇവിടെ 2 പോസ്റ്റ് ഉണ്ട്. എൻഫോഴ്സ്മെന്റ് ഓഫീസറും ഉണ്ട്, അക്കൗണ്ട്സ് ഓഫീസറും ഉണ്ട്. അക്കൗണ്ട്സ് ഓഫീസറാണ് അക്കൗണ്ട്സ് വരുന്നത് കേട്ടോ. EOയും AOയും വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, തരം തിരിച്ച് കൊടുത്തിട്ടുണ്ട്. ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമല്ലോ എന്ന് കരുതുന്നു, ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. പിന്നെ ജനറൽ സയൻസ് ഉണ്ട്. നോർമൽ ആയിട്ടുള്ള ജനറൽ സയൻസ്, നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ജനറൽ മെന്റൽ എബിലിറ്റി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ചെറിയ മാർക്കിനുള്ള മാത്സും മെന്റൽ എബിലിറ്റി ഉണ്ട്. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി ഇൻ ഇന്ത്യ, അത് കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. വെയിറ്റേജ് 75:25 ആണ്. ടെസ്റ്റ് മാർക്ക് നമുക്ക് 75% കൊടുക്കും. എന്നിട്ടാണ് കട്ട് ഓഫ് നിശ്ചയിക്കുന്നത്. 75% റിട്ടേൺ എക്സാംസും 75% റിട്ടേൺ എക്സാംസും 25% നമ്മുടെ രണ്ടാമത്തെ ഫേസ് ആയ ഇന്റർവ്യൂ ആണ്. ഓക്കെ, ഫൈനൽ മെറിറ്റ് നമുക്ക് തീരുമാനിക്കുന്നത്. അതാണ് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്, ഇന്റർവ്യൂ കേട്ടോ. ഇത് ഇനി ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ആണ്. ലാസ്റ്റ് പറയാം, നമുക്കത് മൊത്തം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. സാലറി സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ലെവൽ 10 ആണ് ഗ്രൂപ്പ് എ പോസ്റ്റുകൾക്ക്. പിന്നെ എൻഫോഴ്സ്മെന്റ് ഓഫീസർക്കും അക്കൗണ്ട്സ് ഓഫീസർക്കും ലെവൽ 8 ആണ്. അതാണ് ഞാൻ പറഞ്ഞ ഏകദേശം നമ്മുടെ അത്രയും വരുമ്പോഴത്തേക്ക് നമ്മുടെ സാലറി എന്ന് പറയുന്ന എല്ലാ പോസ്റ്റിനും എബോവ് 80, ഇപ്പോഴത്തെ 10th മാട്രിക്സ് 85,000 മുകളിലേക്ക് പോകും കേട്ടോ.
85,000 മുകളിലേക്ക് സാലറി പോവും, ഉറപ്പായിട്ടും പോവും. നമുക്ക് എയ്ത്ത് പേ മാട്രിക്സ് ഞാൻ അത് ചെയ്തു തരാം നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കുറെ കാര്യങ്ങൾ വെട്ടി കുറച്ചിട്ടുണ്ട്, പക്ഷേ സാലറിയിൽ റിഡക്ഷൻസ് വരത്തില്ല. ഇനിഷ്യൽ ഹാൻഡഡ് സാലറി ആണ്, നോക്കിക്കോണേ, അവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിഷ്യൽ സാലറി എന്ന് പറയുന്നത് 1,15,000 ആണ് കേട്ടോ. 7th പേ മാട്രിക്സ് ഇപ്പം നമ്മുടെ അടുത്ത മാർച്ച് ഏപ്രിൽ മുതൽ ഓൺ ആവും. ആ സമയത്ത് നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് 1,15,000 ആണ്. നിങ്ങളുടെ ഇൻ ഹാൻഡ് സാലറി ആണ് കേട്ടോ, എല്ലാ പിടുത്തവും കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ്. ഇനി അത് AFC-ക്കാണ്, ഫസ്റ്റ് പോസ്റ്റ് ആണ് ഞാൻ പറഞ്ഞ അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർക്കാണ് ആ സാലറി വരുന്നത്. ഇനി ഇനിഷ്യൽ ഇൻ ഹാൻഡ് ഇഒയ്ക്കും എൻഫോഴ്സ്മെന്റ് ഓഫീസർക്കും അക്കൗണ്ട്സ് ഓഫീസറിനുള്ള സാലറി ഇതാണ് 86,000 കേട്ടോ. 86,000 ആണ് സാലറി എന്ന് പറയുന്നത്. അപ്പൊ വളരെ ബിഗ് സാലറി ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ച് ശകലം ഒന്ന് കഷ്ടപ്പെട്ടാലുണ്ട് അല്ലെ. ഇനി കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഫൈനൽ, അതായത് ലാസ്റ്റ് വന്ന ടോട്ടൽ ലിസ്റ്റ് ആണ്, ലാസ്റ്റിലെ ലിസ്റ്റ് ആണ്, ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് ആണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ വർഷം 2022 വിളിച്ചപ്പോഴുള്ള കട്ട് ഓഫ് ആണ് ഞാൻ ഈ പറയുന്നത്. ജനറല്, അതായത് എത്ര പേരെ ഓരോന്നിനും തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ജനറൽ 41 പേര്, OBC ഇൻക്ലൂഡിംഗ് 48, SC 25, ST 30, EWC 23, VH2, PH2, PHOH 3, PHMIMD 2, അങ്ങനെ ടോട്ടൽ 159 പേരാണ് ഫൈനൽ മെറിറ്റിൽ വന്നത് കേട്ടോ, ജോലി കിട്ടിയിരിക്കുന്നത് കേട്ടോ. 159 പേർക്കാണ്. അതിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 178.33, OBC 178.33, SC 156.68, ST 151.68, EWS 176.68, PH 140, PHHI 130, PHOH 147, MIMD എന്ന് പറയുന്നത്, അതായത് ഓരോ കാറ്റഗറിയാണ് PHന്റെ കേട്ടോ. വിഷ്വൽ ഇംപേർഡ്, ഹിയറിംഗ് ഇംപേർഡ്, സെർവൽ പാൾസി, അങ്ങനെയൊക്കെ വരുന്ന ഓരോന്നും ഓരോ സെപ്പറേറ്റ് കട്ട് ഓഫ് ആയിരുന്നു. അപ്പൊ അതില് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ലീസ്റ്റ് കട്ട് ഓഫ് നമുക്ക് ഈ ഒരു കാറ്റഗറി മാറ്റി നിർത്താം, PHനെ മാറ്റി നിർത്താം കേട്ടോ. അവർക്ക് സെപ്പറേറ്റ് ആയിട്ടാണല്ലോ ഇടുന്നത്. അപ്പൊ നോർമലായിട്ട് നമ്മളുടെ അൺറിസർവ്ഡ്, OBC, SC, ST, EWS നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നിന്നത് 151-നും, ഓക്കെ, 151-നും അതുപോലെ തന്നെ 178-നും, മീൻസ് 179 ഇടാം, 179-ന് ഇടയിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, 151-നും 179-നും. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഇപ്പൊ കോമ്പറ്റീഷനൊക്കെ കൂടിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് 160, ഒരു 190 ആ ഒരു ലെവലിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ബാക്കി ഇന്റർവ്യൂ ഔട്ട് ഓഫ് മാർക്കിനുള്ള കൊടുത്തിട്ടുണ്ട് 50, ഇന്റർവ്യൂല് ജനറലിന് 50, OBCക്ക് 45, SCക്ക് 40, STക്ക് 40, EWSന് 50 ആയിരുന്നു ഇന്റർവ്യൂവിന്റെ മാർക്ക് കട്ട് ഓഫ് വന്നത്. ഓക്കെ, അപ്പം പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന സിമ്പിൾ എക്സാംസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പറയാനുള്ളത്. അപ്പം ഇത്തരത്തിൽ 2 പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്, അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ഡിഗ്രി ഈ ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ ഇത്ര ഉള്ളവർക്ക്. ഓക്കെ, ഏജ് ലിമിറ്റ് മാക്സിമം 30 ആണ്, 30, 35, അത് റിലാക്സേഷൻ 35 ലെവൽ വരെ പോകും SC ST ഒക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഫീസ് വളരെ കുറവാണ്, 200-ഉം 100-ഉം ആണ് കേട്ടോ. ഫീസ് വളരെ കുറവാണ് അപ്ലൈ ചെയ്യാനുള്ള. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണം എന്ന് ഞാൻ പറയുന്നു, ഡിഗ്രി ഉള്ളവര്. ഇതിനേക്കാളും വാസ്റ്റ് നമ്പർ ഓഫ് വാക്കൻസി ഇതേ സാലറിയിൽ വിളിച്ചിരിക്കുന്നതാണ് നമ്മുടെ IB, ഇന്റലിജൻസ് ബ്യൂറോ. ഓക്കെ, അതും നമ്മുടെ യൂണിയൻ പബ്ലിക് ഈ സൈറ്റിൽ കയറി തന്നെ കിട്ടും, അല്ലെങ്കിൽ IBയുടെ സൈറ്റിൽ കയറിയിട്ട് MHO, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്, ഇത് മിനിസ്ട്രി ഓഫ് ലേബർ ആണ്. ഓക്കെ, അപ്പം ആ MHല് മിനിസ്ട്രി ഓഫ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലാണ് IB, ഇന്റലിജൻസ് ബ്യൂറോ വിളിച്ചിരിക്കുന്നത്. അത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും വിളിച്ചിട്ടുണ്ട്, അതും എബവ് 4,000 പോസ്റ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 10ാം ക്ലാസ് 10th ലെവൽ ക്വാളിഫിക്കേഷനും 4,000 എബവ് വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. സാലറി ഒക്കെ 7th പേ മാട്രിക്സ് ആണ്. അപ്പം 85,000 ആ ഒരു ലെവലിലേക്കാണ് രണ്ടിലെയും സാലറി അയക്കുന്നത്. ഇത് ഏകദേശം 1 ലക്ഷം മുകളിൽ പോകും ഡിഗ്രിയുടെ സാലറി. 10th ലെവലിൽ വിളിച്ചിരിക്കുന്നത് 85,000 ആണ്. നിങ്ങളെ പലരും പറഞ്ഞ് പേടിപ്പിക്കുന്നത് പോലെ IB എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമായ സംഭവമൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ജോലിയൊക്കെയാണ് കേട്ടോ, ഭീകര സംഭവങ്ങളായിട്ടുള്ള ജോലിയൊന്നുമില്ല. ഓക്കെ,
നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആയിട്ടൊക്കെ നിൽക്കുന്നത്. സെക്യൂരിറ്റി അസിസ്റ്റന്റ് മീൻസ് നിങ്ങൾ എയർപോർട്ടിലൊക്കെ പോയിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും അല്ലെ, മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളെ പാസ്പോർട്ട് വെരിഫൈ ചെയ്യാനും അത് വെരിഫൈ ചെയ്യാനും ഇത് വെരിഫൈ ചെയ്യാനൊക്കെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇല്ലേ, അതൊക്കെ ഐബിയിലെ ഉദ്യോഗസ്ഥന്മാരാണ് കേട്ടോ. യൂണിഫോം ഇല്ലാതെ വെള്ളയൊക്കെ ഇട്ട് നിൽക്കുന്നവരൊക്കെ ഇല്ലേ. വെള്ള മീൻസ് മറ്റേ ഇതല്ല, മീൻസ് നമ്മൾ എന്താ പറയാ, കസ്റ്റംസ് അല്ലാതെ നിൽക്കുന്നത്. ഓക്കെ, കസ്റ്റംസ് ഓഫീസേഴ്സ് അല്ലാതെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഐബിയിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ജോലികളാണ് കൂടുതലൊക്കെ കിട്ടുന്നത്. വളരെ സിമ്പിൾ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അറിയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒന്നും കൂടി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ മീൻസ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വരുന്നതിന് മുമ്പ്. ഇപ്പൊ 27-ാം തീയതി അത് ഓൺ ആയിട്ടുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ അതും കൂടി നിങ്ങൾ നോക്കണം കേട്ടോ അതിന്റെ കൂടെ. ഓക്കെ, പരമാവധി എക്സാംസ് അപ്ലൈ ചെയ്യുക, എഴുതുക. എവിടെയാണ് നമ്മുടെ ഭാഗ്യവും കടാക്ഷവും എല്ലാം വരുന്നത് അറിയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഡിഗ്രി ഉള്ളവരും 10ാം ക്ലാസ് പാസ്സായവർക്കൊക്കെ ബൾക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് PSC എന്ന് പറഞ്ഞിരിക്കാതെ ഇതും കൂടെയൊക്കെ നോക്കുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ അഡ്മിഷൻ എടുക്കാനായിട്ട് വിളിച്ചു ചോദിക്കാം, മെസ്സേജ് അയച്ച് ചോദിക്കാം. അപ്പം എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓക്കെ, താങ്ക് യു, വന്ദേ മാതരം, ജയ് ഹിന്ദ്.